കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ്, വിപണിയാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. ആരോഗ്യ ചികിത്സയും വിദ്യാഭ്യാസവും. ഈ മേഖലയിൽ വലിയ പണനിക്ഷേപം മുടക്കിയിരിക്കുന്ന മുതലാളിമാരുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ നടത്തുന്ന ആളുകൾ. കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ വലിയ പ്രതിസന്ധിയിലാണ്. ഇവിടെ ഫഹീം സൂചിപ്പിച്ചതുപോലെ സർക്കാർ ആശുപത്രികളിൽ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടായി. ഒരു നയാപൈസ ചെലവ് ചെയ്യാതെ ഏറ്റവും ചെലവ് കൂടിയ കിഡ്നി, ഹൃദ്രോഗം, മസ്തിഷ്കാഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. ഇത് നമ്മുടെ ബേബി ഹോസ്പിറ്റലിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, മിംസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, മൈത്രയെ പ്രതിസന്ധിയിട്ടുണ്ട്, അവിടെ കിംസ് ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, ഇതിനെയൊക്കെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആ പ്രതിസന്ധി മറികടക്കാൻ അവർ ചെയ്ത എന്താണ്? ആ ആശുപത്രികളെല്ലാം ഇപ്പോൾ അമേരിക്കൻ കുത്തകൾ ഏറ്റെടുക്കുക. 2600 കോടി രൂപയുടെ ഓഹരിയാണ് നമ്മുടെ ബേബി ഹോസ്പിറ്റൽ ശൃംഖലയിൽ നിന്ന് അമേരിക്കൻ കുത്തകയായിട്ടുള്ള. കോൺഗ്രസിന് ഇലക്ഷൻ ഫണ്ട് ചെയ്തു എന്നുള്ള തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. ആ ഫണ്ട് വാങ്ങിച്ച വഴികളൊക്കെ നമ്മൾ ഭാവിയിൽ അറിയേണ്ട കാര്യമാണ്. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കുത്തകളായിരിക്കുന്ന KKR ഗ്രൂപ്പ്, അതേപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ, ഇവരെല്ലാം. അത് മാത്രമല്ല, ആരോഗ്യരംഗത്ത് ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ തകർക്കാൻ കഴിയുന്ന തരത്തിൽ സ്വകാര്യ ആശുപത്രി സമയത്തെ വളർത്താൻ കഴിയുന്ന രീതിയിൽ വലിയ ഇൻഷുറൻസ് കമ്പനികൾ ജർമ്മനിയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ വരിക. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി എന്ന 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീമാണ് ചികിത്സ. ഈ 25 ലക്ഷം രൂപയുടെ പ്രീമിയം ഇവിടുത്തെ സർക്കാരിന് അടക്കാൻ പറ്റുമോ? ഏറ്റവും ചുരുങ്ങിയത് 20,000 രൂപ അടക്കണം ഒരു വർഷത്തിൽ. 20,000 രൂപ വെച്ച് 85 ലക്ഷം കുടുംബങ്ങൾക്ക് അടച്ചാൽ എത്ര വരും? ഇതടക്കം കേരളത്തിന്റെ ആരോഗ്യ ബജറ്റ് ആകെ കൂട്ടിയാൽ നടക്കുമോ? അതിന്റെ ഫലം എന്താണ്? ആരോഗ്യ ഇൻഷുറൻസിന്റെ മറവിൽ ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ, താലൂക്ക് ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രിയുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, അതിന് കീഴെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഇന്ന് ഒരുവിധ അസുഖങ്ങൾക്കെല്ലാം ജനങ്ങൾക്ക് നല്ല രീതിയിൽ സൗജന്യമായി ചികിത്സ കിട്ടുന്നുണ്ട്. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഗവൺമെന്റ്. അതിനെ ആകെ പൊളിക്കും.